നമസ്കാരം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കും മുമ്പ് കളം നിറയാൻ രാഷ്ട്രീയ പാർട്ടികൾ. സീറ്റ് ഉറപ്പായവർ പ്രാഥമികമായ പ്രചരണങ്ങളിലേക്ക് കടക്കുന്നു. മണലൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനിരിക്കെ പ്രൊഫസർ സി രവീന്ദ്രനാഥ് ചൂണ്ടൽ കണ്ടാണിശ്ശേരി പഞ്ചായത്തുകളിൽ സന്ദർശനം നടത്തി. നേരത്തെ ടി.എൻ. പ്രതാപനും മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരുന്നു. പ്രമുഖ ചരിത്രകാരൻ കെ.എൻ. പണിക്കർ അന്തരിച്ചു. ഗുരുവായൂർ തൈക്കാട്ട് കണ്ടിയൂർ വീട്ടിൽ കൃഷ്ണൻ നായരുടെയും ഇച്ചുകുട്ടി അമ്മയുടെയും മകനായ പണിക്കരുടെ അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. എരുമപ്പെട്ടി കുട്ടഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് 84-കാരിക്ക് ദാരുണാന്ത്യം. ആറങ്ങോട്ടുകര ചെട്ടിപ്പടിയിൽ കീഴൂട്ടുപടി വീട്ടിൽ അമ്മിണിയാണ് മരിച്ചത്. പത്ത് ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ആറാട്ടോടെ കൊടിയിറങ്ങും. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പള്ളിവേട്ട ഭക്തിസാന്ദ്രമായി. ആയിരങ്ങളെ സാക്ഷിയാക്കി ഭഗവാൻ നായാട്ടിനിറങ്ങിയതോടെ ക്ഷേത്രനഗരി ഉത്സവലഹരിയിലായി. വാർത്തകൾ വിശദമായി. എരുമപ്പെട്ടി കുട്ടഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് 84-കാരിക്ക് ദാരുണാന്ത്യം. ആറങ്ങോട്ടുകര ചെട്ടിപ്പടിയിൽ കീഴൂട്ടുപടി വീട്ടിൽ അമ്മിണിയാണ് മരിച്ചത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:45 അപകടമുണ്ടായത്. കുട്ടഞ്ചേരി അയ്യപ്പ ക്ഷേത്രത്തിനടുത്ത് വെച്ച് നിയന്ത്രണം വിട്ട കാർ മതിലിലിടിക്കുകയായിരുന്നു. അമ്മിണിയുടെ മകൻ ബാബുവാണ് കാർ ഓടിച്ചിരുന്നത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻസീറ്റിലിരുന്ന അമ്മിണിക്ക് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു. എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. വാഹനം ഓടിച്ചിരുന്ന ബാബുവിനും പരിക്കുണ്ട്. പ്രമുഖ ചരിത്രകാരൻ കെ.എൻ. പണിക്കർ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഗുരുവായൂർ തൈക്കാട്ട് കണ്ടിയൂർ വീട്ടിൽ കൃഷ്ണൻ നായരുടെയും ഇച്ചുകുട്ടി അമ്മയുടെയും മകനാണ് കെ.എൻ. പണിക്കർ. കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറായിരുന്നു. തുടർന്ന് 12 വർഷം കേരള ചരിത്ര ഗവേഷണ കൌൺസിലിന്റെ അധ്യക്ഷനായി പ്രവർത്തിച്ചു. ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ ആദ്യ ചെയർമാനായിരുന്നു. നിരവധി ചരിത്ര ഗ്രന്ഥങ്ങൾ രചിച്ചു. കലുഷിതമായ കാലം എന്ന പേരിൽ ആത്മകഥ പ്രസിദ്ധീകരിച്ചിരുന്നു. ചരിത്രമെന്ന പോർക്കളം എന്ന പേരിൽ പണിക്കരെക്കുറിച്ചുള്ള പുസ്തകം 2019 പുറത്തിറങ്ങി. ഗുരുവായൂർ തൈക്കാട്ട് കണ്ടിയൂർ വീട്ടിൽ കൃഷ്ണൻ നായരുടെയും ഇച്ചുകുട്ടി അമ്മയുടെയും മകനായിട്ടാണ് ജനനം. ചാവക്കാട് ബോർഡ് ഹൈസ്കൂളിൽ സെക്കൻഡറി വിദ്യാഭ്യാസവും പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ ബിരുദ വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. രാജസ്ഥാൻ സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും PhDയും കരസ്ഥമാക്കി. പിന്നീട് ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ചരിത്ര വിഭാഗം അധ്യാപകനായി. രാജസ്ഥാനിലെ മാർവാടി കുടുംബാംഗവും ചരിത്രകാരിയുമായിരുന്ന പരേതയായ ഉഷയാണ് ഭാര്യ. എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ്സ്, റിലീജിയൻ ആൻഡ് പെസന്റ് അപ്രൈസിംഗ് ഇൻ മലബാർ, കൾച്ചർ ആൻഡ് കോൺഷ്യസ്നസ് ഇൻ മോഡേൺ ഇന്ത്യ, ബ്രിട്ടീഷ് ഡിപ്ലോമസി ഇൻ നോർത്ത് ഇന്ത്യ, കൾച്ചർ, ഐഡിയോളജി ആൻഡ് ഹെജിമണി, ഇന്റലക്ച്വൽസ് ആൻഡ് സോഷ്യൽ കോൺഷ്യസ്നസ് ഇൻ കൊളോണിയൽ ഇന്ത്യ, കമ്മ്യൂണൽ ത്രെഡ്, സെക്യുലർ ചലഞ്ച്, കണ്ടംപററി ഇന്ത്യ, കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്സ്, ഇൻട്രോഗേറ്റിംഗ് കൊളോണിയൻ മോഡേണിറ്റി എന്നിവയാണ് പ്രധാന ഗ്രന്ഥങ്ങൾ. ഇനി ഗുരുവായൂർ ഉത്സവ വിശേഷം. പത്ത് ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ആറാട്ടോടെ കൊടിയിറങ്ങും. വൈകിട്ട് 4:30 ആറാട്ട് ചടങ്ങുകൾ തുടങ്ങി. നട തുറന്ന ശേഷം മൂലവിഗ്രഹത്തിലുള്ള ചൈതന്യം മുഴുവൻ ആവാഹിച്ചെടുത്ത് പഞ്ചലോഹ വിഗ്രഹം പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വയ്ക്കും. ആറാട്ട് ദിവസം മാത്രമാണ് പഞ്ചലോഹ വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിക്കുക. കൊടിമരത്തറയ്ക്കൽ എഴുന്നള്ളിച്ച് വെച്ച ശേഷം അവിടെ തന്നെയാണ് ദീപാരാധനയും. പിന്നീട് ആറാട്ടിനും ഗ്രാമപ്രദക്ഷിണത്തിനുമായി ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. പഞ്ചവാദ്യത്തിന്റെ നാദത്തിമർപ്പിൽ എഴുന്നള്ളുന്ന ഗുരുവായൂരപ്പനെ ശർക്കര, പഴം, അവിൽ, മലർ എന്നിവയാൽ നിറപറയും നിലവിളക്കുമൊരുക്കി ഭക്തർ വരവേൽക്കും. രുദ്രതീർത്ഥക്കുളത്തിന് വടക്കുഭാഗത്ത് എഴുന്നള്ളിപ്പെത്തുന്നതോടെ പഞ്ചവാദ്യം അവസാനിപ്പിച്ച് മേളം തുടങ്ങും. പ്രദക്ഷിണം പൂർത്തിയാക്കി ഭഗവതി ക്ഷേത്രത്തിലൂടെ എഴുന്നള്ളിപ്പ് ആറാട്ടുകടവിലെത്തും. തുടർന്ന് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഗംഗ, യമുന തുടങ്ങിയ പുണ്യതീർത്ഥങ്ങളടക്കമുള്ള എല്ലാ തീർത്ഥങ്ങളെയും രുദ്രതീർത്ഥത്തിലേക്ക് ആവാഹിക്കുന്ന ചടങ്ങാണ്. തന്ത്രിയും ഓദിക്കന്മാരും കൂടി പുണ്യാഹത്തിനു ശേഷം ഭഗവാന്റെ പഞ്ചലോഹത്തിടമ്പിൽ ആദ്യം മഞ്ഞൾപ്പൊടിയാൽ അഭിഷേകം ചെയ്ത ശേഷം വലിയ കുട്ടകത്തിൽ തയ്യാറാക്കിയ ഇളനീർ കൊണ്ടും അഭിഷേകം നടത്തും.
അതിനുശേഷം തന്ത്രി, മേൽശാന്തി, ഓദിക്കന്മാർ എന്നിവർ ഭഗവാനോടൊപ്പം രുദ്രതീർത്ഥത്തിലിറങ്ങി സ്നാനം ചെയ്യും. ഇതോടെ ഭക്തരും രുദ്രതീർത്ഥത്തിലിറങ്ങി ആറാട്ടുകുളിക്കും. അതിനുശേഷം ഭഗവാന്റെ തിടമ്പ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് 11 ഓട്ടപ്രദക്ഷിണം നടത്തും. ആറാട്ട് കഴിഞ്ഞ് ആനപ്പുറത്ത് ക്ഷേത്രത്തിലെത്തുന്ന ഗുരുവായൂരപ്പനെ ക്ഷേത്രമൂരാളൻ നിറപറ വെച്ച് എതിരേൽക്കും. പിന്നീട് തന്ത്രി സ്വർണ്ണധ്വജത്തിലെ സപ്തവർണ്ണക്കൊടി ഇറക്കുന്നതോടെ ഉത്സവാഘോഷങ്ങൾക്ക് പരിസമാപ്തിയാകും. ആറാട്ട് ദിവസം ഗുരുവായൂരപ്പന്റെ ഉച്ചപൂജ ഇടത്തിരികത്തുകാവ് ഭഗവതിയുടെ സമീപത്താണ്. വർഷത്തിൽ ഈയൊരു ദിവസം മാത്രമാണ് ഗുരുവായൂരപ്പന് ഇടത്തിരികത്തുകാവ് ഭഗവതിയുടെ സമീപം ഉച്ചപൂജ നടക്കുക. ഉച്ചപൂജ രാത്രി നടക്കുന്നതും ഈ ദിവസത്തെ പ്രത്യേകതയാണ്. ആറാട്ട് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ ഭഗവതി അമ്പലത്തിലേക്കാണ് എഴുന്നള്ളിക്കുന്നത്. ഐതിഹ്യപ്രകാരം വർഷത്തിൽ ഒരു ദിവസം അവിടെ വന്ന് കണ്ടുകൊള്ളാമെന്ന് ഗുരുവായൂരപ്പൻ ഇടത്തരികത്തുകാവ് ഭഗവതിയോട് അരുളി ചെയ്തെന്നാണ് പറയുന്നത്. ദേവഗുരുവും വായുദേവനും ചേർന്ന് ഗുരുവായൂരപ്പ വിഗ്രഹം പ്രതിഷ്ഠിക്കുവാനായി വന്നപ്പോൾ സ്ഥലം നിർണയിച്ചത് ദേവിയായിരുന്നുവെന്നാണ് ഐതിഹ്യം. രുദ്രതീർത്ഥത്തിൽ തപസ് അനുഷ്ഠിച്ചിരുന്ന ശിവൻ മമ്മിയൂരിലേക്ക് മാറിയതും ദേവിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അത്രേ. ഇതേ തുടർന്ന് വർഷത്തിൽ ഒരു ദിവസം ഇവിടെ വെച്ച് നാം തമ്മിൽ കാണാമെന്ന് ഭഗവാൻ ദേവിയോട് പറഞ്ഞതായും അന്നേ ദിവസം ഭക്ഷണവും ദേവിയുടെ അടുത്തു നിന്നാകുമെന്നും അരുൾ ചെയ്തിരുന്നതായാണ് പുരാണത്തിൽ പറയുന്നത്. ഈ വിശ്വാസത്തിൽ ആറാട്ട് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ ഭഗവതി ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ചിരുത്തിയാണ് ഉച്ചപൂജ നടത്തുക. ഈ ദിവസം മാത്രമാണ് ഗുരുവായൂരപ്പൻ ദേവിയെ നേരിട്ട് കാണുക. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പള്ളിവേട്ട ഭക്തിസാന്ദ്രമായി ആയിരങ്ങളെ സാക്ഷിയാക്കി ഭഗവാൻ നായാട്ടിനിറങ്ങിയതോടെ ക്ഷേത്രനഗരി ഉത്സവലഹരിയിലായി. ഗ്രാമപ്രദക്ഷിണം കഴിഞ്ഞ് കിഴക്കേ ഗോപുരത്തിലൂടെ ക്ഷേത്രമതിലകത്ത് പ്രവേശിച്ച എഴുന്നള്ളിപ്പ് വടക്കേ നടപ്പുരയിലെത്തി അവസാനിച്ചതോടെയാണ് പള്ളിവേട്ട ചടങ്ങുകൾ തുടങ്ങിയത്. ഭഗവാന്റെ തിടമ്പേറ്റിയ ആന ക്ഷേത്രമതിൽക്കെട്ട് കടന്ന് കിഴക്കേ നടപ്പുരയിൽ കല്യാണ മണ്ഡപത്തിന് സമീപത്തെത്തി നിന്നു. മാരാർ 3 തവണ ശംഖനാദം മുഴക്കി ഭഗവാന്റെ ആഗമനം അറിയിച്ചു. ആചാരക്രമമനുസരിച്ച് പുതിയടത്ത് പിഷാരടി പന്നിമാനുഷങ്ങൾ ഹാജരുണ്ടോ എന്ന് 3 പ്രാവശ്യം വിളിച്ചു ചോദിച്ചു. ഇതോടെ വിവിധ പക്ഷിമൃഗാദികളുടെ വേഷമണിഞ്ഞ ഭക്തർ ആർപ്പുവിളികളുമായി ക്ഷേത്രത്തിനകത്തേക്ക് ഓടിക്കയറി. പുറകെ ഭഗവാന്റെ തിടമ്പേറ്റിയ ഗജവീരനും ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് കയറി. ക്ഷേത്രത്തിനകത്ത് 9 പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം ഭഗവാൻ വേട്ടയാടി പിടിച്ച മൃഗമെന്ന സങ്കല്പത്തിൽ പന്നിവേഷം കെട്ടിയ ആളെ തണ്ടിലേറ്റിയതോടെ പള്ളിവേട്ട ചടങ്ങുകൾക്ക് സമാപനമായി. പള്ളിവേട്ട ദർശിക്കാനായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ പുലർച്ചെ മുതൽക്കേ ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടിയിരുന്നു. അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടതെങ്കിലും പോലീസും ദേവസ്വവും ചേർന്ന് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി നിയന്ത്രിച്ചു. ആറാട്ട് സദ്യയോടെ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രസാദ ഊട്ട് സമാപിച്ചു. സമാപന പ്രസാദ ഊട്ടിൽ 1,00,000 ലക്ഷത്തോളം ഭക്തർ പങ്കെടുത്തു. ഉത്സവ കൊടിയേറ്റം കഴിഞ്ഞ പിറ്റേന്ന് മുതലാണ് തെക്കേ നടയിൽ പ്രസാദ ഊട്ട് ആരംഭിച്ചത്. കഴിഞ്ഞ 9 ദിവസങ്ങളിലായി 3 ലക്ഷത്തോളം പേരാണ് പ്രസാദ ഊട്ടിൽ പങ്കെടുത്തത്. പകർച്ചയിൽ 5 ലക്ഷത്തിലധികം പേരും പങ്കുകൊണ്ടു. ദിവസവും രാവിലെ 9 മുതൽ ആരംഭിക്കുന്ന പ്രസാദ ഊട്ടിന് 7 ദിവസം കഞ്ഞിയും പുഴുക്കും, പള്ളിവേട്ട ദിവസം കഞ്ഞിയും പയറുമാണ് വിളമ്പിയത്. ആറാട്ട് ദിവസം ചോറ്, സാമ്പാർ, പുളിയിഞ്ചി, ഉപ്പേരി, പപ്പടം, ഉപ്പിലിട്ടത് എന്നിങ്ങനെയായിരുന്നു വിഭവങ്ങൾ. ഉത്സവത്തിന്റെ ഭാഗമായി നടന്നിരുന്ന പൊതുപകർച്ച ഉത്സവബലി ദിവസമായ ശനിയാഴ്ച സമാപിച്ചിരുന്നു. ഉത്സവത്തിന്റെ അവസാന 2 ദിവസങ്ങളിൽ ക്ഷേത്രവുമായി ബന്ധമുള്ളവർക്കും ദേവസ്വം ജീവനക്കാർക്കും വിരമിച്ചവർക്കും മാത്രമാണ് പകർച്ച നൽകിയത്. ഉത്സവ എസ്റ്റിമേറ്റിൽ ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയത് ഉത്സവ പകർച്ചയ്ക്കും പ്രസാദ ഊട്ടിനുമാണ്. 2,64,45,000 രൂപയാണ് ദേവസ്വം ഇതിനായി ചെലവിട്ടത്. മറ്റു വാർത്തകളിലേക്ക്. മണലൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനിരിക്കെ പ്രൊഫസർ സി രവീന്ദ്രനാഥ് ചൂണ്ടൽ, കണ്ടാണിശ്ശേരി പഞ്ചായത്തുകളിൽ സന്ദർശനം നടത്തി. സിപിഐഎമ്മിന്റെ ആദ്യകാല നേതാക്കളുടെ ഭവനങ്ങളിലും ആരാധനാലയങ്ങളിലുമാണ് പ്രൊഫസർ രവീന്ദ്രനാഥ് സന്ദർശനം നടത്തിയത്. മണലൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ രവീന്ദ്രനാഥ് മാസ്റ്ററെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിനും കമ്മിറ്റിക്കും ശേഷം അടുത്ത ദിവസം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനിരിക്കെയാണ് തിങ്കളാഴ്ച അദ്ദേഹം മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ സന്ദർശിച്ചത്. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായുള്ള ചടങ്ങുകൾ നടക്കുന്ന ചൂണ്ടൽ തായങ്കാവ് ക്ഷേത്രത്തിലാണ് രവീന്ദ്രനാഥ് ആദ്യമെത്തിയത്.
ക്ഷേത്രത്തിലെത്തിയ ഭക്തരോട് കുശലം പറഞ്ഞും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തും അന്നദാനം നടക്കുന്ന തായങ്കാവ് മണികണ്ഠൻ ഓഡിറ്റോറിയത്തിൽ ഭക്ഷണം കഴിക്കുന്നവരായും ക്യൂ നിൽക്കുന്നവരോടും വിശേഷങ്ങൾ ആരാഞ്ഞുമാണ് മാസ്റ്റർ സമയം ചെലവഴിച്ചത്. അന്നദാനത്തിന് എത്തിയവർക്കൊപ്പം ഭക്ഷണം കഴിച്ച ശേഷം തൊട്ടടുത്തുള്ള മുൻ MLA KP അരവിന്ദാക്ഷന്റെ വസതിയിലും അദ്ദേഹം സന്ദർശിച്ചു. KP അരവിന്ദാക്ഷന്റെ സഹധർമ്മിണി വിലാസിനി ടീച്ചർ, ഭാര്യ സഹോദരൻ, മറ്റു കുടുംബാംഗങ്ങൾ തുടങ്ങിയവരുമായി കുശലാന്വേഷണം നടത്തിയ ശേഷം കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ ആദ്യകാല നേതാക്കളുടെ വീട്ടിലും രവീന്ദ്രനാഥ് മാസ്റ്റർ സന്ദർശനം നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ, മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, ചൂണ്ടൽ ലോക്കൽ സെക്രട്ടറി M പീതാംബരൻ, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, കോനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് A ജയകൃഷ്ണൻ തുടങ്ങിയവരും ജനപ്രതിനിധികൾ, ക്ഷേത്രം ഭാരവാഹികൾ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുണ്ടന്നൂർ അമൃതം ന്യൂട്രിമിക്സ് കുടുംബശ്രീ യൂണിറ്റിൽ ഇലക്ട്രിക് ലൈനിൽ തീപിടുത്തം. മെയിൻ സ്വിച്ച് ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് സംവിധാനങ്ങൾ കത്തിനശിച്ചു. കുണ്ടന്നൂർ തിരുത്തിലെ ഇന്ദിരാഗാന്ധി വനിതാ വ്യവസായ കേന്ദ്രത്തിന്റെ കെട്ടിടത്തിലാണ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 4-നായിരുന്നു സംഭവം. യൂണിറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ പുക ഉയരുന്നത് കണ്ട ജോലിക്കാർ ഉടൻ നാട്ടുകാരെ വിളിച്ചുകൂടി. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാൽ തീ മറ്റിടങ്ങളിലേക്ക് പടരുന്നത് തടയാനായി. 3 ചാക്ക് അമൃതം ന്യൂട്രിമിക്സ് പുകയടിച്ച് ഉപയോഗശൂന്യമായി. പെട്ടെന്ന് അത് തീ കത്തുന്നത്, ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തീ കത്തുന്നുണ്ട്. പെട്ടെന്ന് തീ കത്തിയപ്പോൾ ഞങ്ങളിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഗോതമ്പ് ചേർന്നുണ്ടായിരുന്നു ചേച്ചിമാർ. അപ്പോൾ അവരോട് പറഞ്ഞാൽ അത് കത്തുന്നുണ്ട്, ഒന്നും ആരോടെയും പറയുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുറത്ത് ആൾക്കാരെ വിളിച്ച് അവർ വിളിച്ചു, അടുത്ത വീട്ടിൽ പോയിട്ട് വിളിച്ച് ആൾക്കാരെ കൊണ്ടു വരികയും ചെയ്തത്. പിന്നെ വന്നപ്പോഴേക്കും കുറേ പുരുഷന്മാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അവർ മെയിൻ സ്വിച്ചും മറ്റതൊക്കെ ഓഫാക്കി. പിന്നെ ഇലക്ട്രിസിറ്റിക്ക് വിളിച്ചു, ഇലക്ട്രിസിറ്റി അവർ വന്നു. പിന്നെ ഫയർഫോഴ്സിൽ അവർ തന്നെ വിളിച്ചു. വന്നപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ അമൃതം ഫുഡല്ലേ, അപ്പോൾ അതിൻ്റെ വെള്ളം അടിക്കാൻ പറ്റൂല. അപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മൊത്തം പഞ്ചസാര സാധനങ്ങളൊക്കെ നശിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് അപ്പോഴേക്കും ഇത് ഓഫാവും ചെയ്തു, കത്തി നിൽക്കും ചെയ്തു. 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ ആവേശത്തിലലിഞ്ഞ AC മൊയ്തീൻ MLAയും ജനപ്രതിനിധികളും. കുന്നംകുളം നഗരസഭ ടൗൺഹാളിൽ സജ്ജമാക്കിയ ബിഗ് സ്ക്രീനിലാണ് ക്രിക്കറ്റ് ആരാധകർക്കൊപ്പം MLAയും നഗരസഭാ ചെയർപേഴ്സണും ഉൾപ്പെടെയുള്ളവർ ക്രിക്കറ്റിന്റെ കലാശപ്പോരാട്ടം കണ്ടത്. ലോകകപ്പാവേശം ബിഗ് സ്ക്രീനിൽ ആസ്വദിക്കാൻ കുന്നംകുളം നഗരസഭാ ടൗൺഹാളിലെത്തിയത് 100 കണക്കിന് ക്രിക്കറ്റ് ആരാധകരായിരുന്നു. 2020 വേൾഡ് കപ്പിൽ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ഫൈനൽ മത്സരമാണ് 20 അടി വലിപ്പമുള്ള LED സ്ക്രീനിൽ പ്രദർശിപ്പിച്ചത്. AC മൊയ്തീൻ MLAയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കുന്നംകുളം നഗരസഭ ക്രിക്കറ്റ് പ്രേമികൾക്കായി പ്രദർശനം ഒരുക്കിയത്. മത്സരത്തിന്റെ തുടക്കം മുതൽ AC മൊയ്തീൻ MLA, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു, നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, CPIM നേതാക്കളായ MN സത്യൻ, K കൊച്ചനിയൻ തുടങ്ങിയവരാണ് മത്സരം കാണാനുണ്ടായിരുന്നത്. മലയാളിയായ സഞ്ജു സാംസൺ കഴിഞ്ഞ കളികളിലുണ്ടായിരുന്ന ഫോം നിലനിർത്തി ബാറ്റിംഗിൽ തകർത്താടിയപ്പോൾ ടൗൺഹാളിന്റെ മുറ്റം ആവേശക്കടലായി മാറി. ടൗൺഹാളിൽ സജ്ജമാക്കിയ ബിഗ് സ്ക്രീനിൽ കളിയാവേശം ആസ്വദിക്കാൻ പ്രായഭേദമന്യേയാണ് ക്രിക്കറ്റ് ആരാധകർ ഒഴുകിയെത്തിയത്. ചാവക്കാട് മുതുവട്ടൂർ ചെറ്റിയാലയ്ക്കൽ ക്ഷേത്രത്തിന് സമീപം ഗുരുവായൂർ MLAയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച മിനി മാസ്റ്റലേറ്റ് നാടിന് സമർപ്പിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ AH അക്ബർ അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മിനി മാസ്റ്റ് സ്ഥാപിച്ചത്. വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P യതീന്ദ്രദാസ്, വാർഡ് കൌൺസിലർ K റീന, മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ CL ടോണി, CPM ലോക്കൽ കമ്മിറ്റി അംഗം TM ബാബുരാജ്, DYFI ചാവക്കാട് മേഖലാ ട്രഷറർ PV നഹാസ്, മുൻ കൌൺസിലർ മഞ്ജു സുശീൽ എന്നിവർ സംസാരിച്ചു. സർക്കാരിന് വിട്ടു നൽകിയ വേലൂരിലെ പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂളിന് പഴയ പേരായ സെന്റ് തോമസ് UP സ്കൂൾ എന്ന പേര് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കത്തോലിക്ക വിശ്വാസികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. വേലൂർ ഫൊറോന തലത്തിലാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചത്. സ്ഥലം MLA മുഖേന വിദ്യാഭ്യാസ മന്ത്രിക്കും ബന്ധപ്പെട്ട അധികൃതർക്കും നിവേദനം നൽകുകയും പഞ്ചായത്തിലെ മുൻ LDF ഭരണസമിതിയും നിലവിലെ UDF ഭരണസമിതിയും പേര് പുനഃസ്ഥാപിക്കുന്നതിന് അനുകൂലമായി പ്രമേയം പാസാക്കി സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തിട്ടും യാതൊരു പ്രതികരണവുമില്ലാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഫൊറോനയ്ക്ക് കീഴിലുള്ള വിവിധ പള്ളികളിൽ നിന്നുള്ള ഇടവകക്കാർ എരനല്ലൂർ പള്ളിയിൽ സംഗമിച്ച ശേഷം പ്രകടനമായി കേച്ചേരി സെന്ററിലെത്തി പൊതുയോഗം സംഘടിപ്പിച്ചു. വേലൂർ ഫൊറോന വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് ഫൊറോന ഡയറക്ടർ ഫാദർ സെബി പുത്തൂർ അധ്യക്ഷനായി.
PI ലാസർ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. കത്തോലിക്ക കോൺഗ്രസ് ഫൊറോന പ്രസിഡന്റ് ജോസ് ചെമ്പിശ്ശേരി നിവേദനം കൈമാറി. ജനറൽ കൺവീനർ CI പൗലോസ് പ്രമേയം അവതരണം നടത്തി. തണ്ടിലം പള്ളി വികാരി ഫാദർ ജോൺസൺ അന്തിക്കാടൻ, ജോൺ കളിയത്ത്, ഫൊറോന കേന്ദ്ര സമിതി പ്രസിഡന്റ് PP യേശുദാസ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിൽ ഏറ്റവും നല്ല സ്കൂൾ ഡ്രൈവറായി തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ഞൂർ സ്വദേശിയായ കൊമ്പൻ വീട്ടിൽ ജോസിനെ വടക്കേക്കാട് പഞ്ചായത്ത് ആദരിച്ചു. ഭരണസമിതി യോഗത്തിൽ നടന്ന ആദര ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉപഹാരം സമ്മാനിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നബീൽ NMK പൊന്നാടയണിയിച്ചു. സെക്രട്ടറി സന്തോഷ്, വാർഡംഗം അശോകൻ എടക്കാട് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു അപകടവും വരുത്താതെ വാഹനം ഓടിച്ച ഡ്രൈവർമാരിൽ നിന്നുമാണ് ജോസിനെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. 35 വർഷം ഗുഡ്സ് ഡ്രൈവറായി സേവനമനുഷ്ഠിച്ച ജോസ് ഇപ്പോൾ 11 വർഷമായി വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂൾ ബസ്സിൽ ഡ്രൈവറായി സേവനമനുഷ്ഠിക്കുകയാണ്. സുനിതയാണ് ഭാര്യ. അഭിത്, ആബേൽ എന്നിവർ മക്കളാണ്. അപകടങ്ങളിൽ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുന്ന എരുമപ്പെട്ടി ആക്സിന് മണ്ടംപറമ്പ് യുവദർശി ജീവകാരുണ്യ സംഘടന ധനസഹായം നൽകി. തുടർച്ചയായി 5ാം തവണയാണ് 12,000 രൂപ സഹായമായി നൽകുന്നത്. യുവദർശി പ്രസിഡന്റ് NK വിജീഷിൽ നിന്ന് എക്സ് പ്രസിഡന്റ് K നാരായണൻ, സെക്രട്ടറി PP പത്മദാസ്, ട്രഷറർ KA ഫരീദ് അലി, ജില്ലാ പ്രതിനിധി തമ്പി വർഗീസ്, പ്രവർത്തകൻ ഷെഫീദ് എന്നിവർ ചേർന്ന് തുക ഏറ്റുവാങ്ങി. യുവദർശി ഭാരവാഹികളായ MK ഫ്രാൻസിസ്, TL ഔസേബ്, MV ജാക്സൺ, TK മണികണ്ഠൻ, MK ജോഷി എന്നിവർ സന്നിഹിതരായി. യുവദർശിനി ക്ലബ്ബ് നമ്മുടെ ആക്സിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ സഹായിക്കാൻ വരാറുണ്ട്. ഇത്തവണയും ഒരു സഹായഹസ്തം സന്തോഷപൂർവ്വം നീട്ടിയിട്ടുണ്ട്. അത് സന്തോഷപൂർവ്വം അല്ലെങ്കിൽ ഹൃദയംഗമമായി സ്വീകരിച്ചു കൊള്ളുന്നു. ഡിജിറ്റൽ യുഗത്തിലേക്ക് കാലം കടക്കുമ്പോഴും നാടൻ തനിമയിൽ പഴയ നാടകഗാനങ്ങളുമായി സൈക്കിളിൽ ലോട്ടറി വിൽപ്പന നടത്തുകയാണ് എടക്കഴിയൂർ സ്വദേശി കൊഴിഞ്ഞാം പറമ്പത്ത് വിജയൻ. കുറച്ചുനാൾ മുമ്പ് വരെ നമ്മുടെ തെരുവോരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും സുലഭമായി കണ്ടിരുന്ന ഇത്തരത്തിലുള്ള ലോട്ടറി വിൽപ്പന ഇപ്പോൾ വളരെ അപൂർവമായാണ് കാണുന്നത്. പുലരാൻ നേരത്ത് ടൗണുകളിലുള്ള ലോട്ടറി ഏജൻസി കടകളിൽ പോയി തനിക്ക് ആവശ്യമുള്ളത്ര ലോട്ടറി മേടിച്ച് തന്റെ സൈക്കിളിൽ വെച്ച് കെട്ടിയ ബോർഡിൽ ക്ലിപ്പ് വെച്ച് വിൽപ്പന തുടങ്ങും. ചെറിയ ചെറിയ ചായക്കടകൾ മുതൽ ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിലെത്തി വിൽപ്പന നടത്തുകയാണ് ഇവരുടെ പതിവ്. എന്നാൽ ഇന്ന് ലോട്ടറി വിൽപ്പന എല്ലാ മുക്കിലും മൂലകളിലും തുടങ്ങിയതോടെ ഇത്തരം വിൽപ്പനകളിൽ നിന്ന് ആളുകൾ ഒഴിയാൻ തുടങ്ങി. 15 വർഷമായി മുടക്കം കൂടാതെ സൈക്കിളിൽ പാട്ടുപെട്ടിയിൽ നിന്നും ഉയരുന്ന പഴയ നാടകഗാനങ്ങളുടെ അകമ്പടിയോടെ ലോട്ടറി വിൽപ്പന നടത്തുകയാണ് വിജയൻ. ഒട്ടുമിക്ക ജോലികൾ പരീക്ഷിച്ചു നോക്കിയെങ്കിലും ലോട്ടറി വിൽപ്പനയിലാണ് തുടരാൻ കഴിഞ്ഞത്. ചാവക്കാട് ലോട്ടറി ഏജൻസിയിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി ഉച്ചയ്ക്ക് 3 മണിവരെ സൈക്കിളിൽ തന്റെ പ്രയാണം തുടരും. ഇതിനിടയിൽ തന്റെ പക്കലിൽ നിന്ന് സ്ഥിരമായി ടിക്കറ്റ് വാങ്ങാറുള്ള ആളുകളെ കണ്ടതിനു ശേഷം വിവിധ സ്ഥലങ്ങളിലെത്തി വിൽപ്പന നടത്തും. ചുരുങ്ങിയത് 30 കിലോമീറ്ററെങ്കിലും ദിവസവും സൈക്കിൾ ചവിട്ടിയാണ് 55-കാരനായ വിജയൻ ടിക്കറ്റ് വിൽപ്പന നടത്തുന്നത്. താൻ വിൽപ്പന നടത്തിയ ടിക്കറ്റിലൂടെ 1ാം സമ്മാനം അടിച്ചെങ്കിലും പ്രാരാബ്ധവും കഷ്ടപ്പാടുമായി തന്റെ പഴയ ശൈലിയിൽ ലോട്ടറി വിൽപ്പന തുടരുകയാണ് വിജയൻ. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ വനിതാ വിഭാഗം സർഗവനിതയുടെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനാചരണം നടത്തി. കുന്നംകുളം നന്മ ഓഫീസിൽ നടന്ന ചടങ്ങ് സർഗവനിതാ സംസ്ഥാന പ്രസിഡന്റ് C രമാദേവി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PS ചന്ദ്രമതി അധ്യക്ഷത വഹിച്ചു. ജില്ലാ രക്ഷാധികാരി പ്രസന്ന ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി. ശോഭ ജയശങ്കർ വനിതാദിന സന്ദേശം നൽകി. ചടങ്ങിൽ സംഗീത നാടക അക്കാദമി ഗുരുപൂജ അവാർഡ് ജേതാവ് C രമാദേവി, പ്രശസ്ത അഭിനേത്രി രാധാമണി ഉണ്ണികൃഷ്ണൻ, ഫോട്ടോ ജേർണലിസം ഡിപ്ലോമയിൽ 2ാം റാങ്ക് ജേതാവ് KV ആരഭി എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. ജില്ലാ സെക്രട്ടറി ഷീലാമണി, ട്രഷറർ പ്രസന്ന ഉണ്ണി, വൈസ് പ്രസിഡന്റ് ആശ ചാക്കോച്ചൻ, നന്മ ജില്ലാ പ്രസിഡന്റ് മനോമോഹൻ, സെക്രട്ടറി രവി കേച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് നന്മയിലെ കലാകാരികൾ അവതരിപ്പിച്ച വിവിധ കലാപ്രകടനങ്ങളും അരങ്ങേറി. പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവിൽ പാലം പുനർനിർമ്മാണത്തിന് മുന്നോടിയായി നടക്കുന്ന താൽക്കാലിക ബണ്ട് നിർമ്മാണം പുരോഗമിക്കുന്നു. ബണ്ട് നിർമ്മിച്ചതിനു ശേഷം വെള്ളം ഒഴുകിപ്പോകാൻ വലിയ കോൺക്രീറ്റ് പൈപ്പുകൾ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം മണ്ണിട്ടുയർത്തി വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന സംവിധാനമൊരുക്കും. ഇതിനുശേഷം മാത്രമേ പാലം പൊളിക്കുകയുള്ളൂ. നൂറടിത്തോട്ടിൽ തെങ്ങുകുറ്റികൾ അടിച്ചു താഴ്ത്തി മണ്ണിട്ടുയർത്തിയാണ് ബണ്ട് നിർമ്മിക്കുന്നത്. സംസ്ഥാന സർക്കാർ പാലം പണിയാനായി അനുവദിച്ച 7.94 കോടി രൂപ വിനിയോഗിച്ചാണ് പുനർനിർമ്മിക്കുന്നത്. നിലവിലുള്ള ചെറുവള്ളിക്കടവ് പാലത്തിന് 30 മീറ്റർ നീളവും ആകെ 4.65 മീറ്റർ വീതിയുമാണുള്ളത്. പുതിയ പാലം 20 മീറ്റർ നീളമുള്ള 3 സ്പാനോടുകൂടി ആകെ 60 മീറ്റർ നീളത്തിലും ഇരുവശത്തും 1.5 മീറ്റർ വീതിയുള്ള നടപ്പാതകളും
7.5 മീറ്റർ വീതിയുള്ള കേരേജ് വേയുമടക്കം ആകെ 11 മീറ്റർ വീതിയിലുമാണ് നിർമ്മിക്കുക. പാലത്തിൻ്റെ ഇരുവശങ്ങളിലുമുള്ള നടപ്പാതകൾ ടൈൽ വിരിച്ച് മനോഹരമാക്കുകയും പാലത്തിൻ്റെ ഇരുഭാഗത്തും സിമന്റ് കോൺക്രീറ്റ് കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി കെട്ടി ഉയർത്തി അപ്രോച്ച് റോഡ് നിർമ്മിച്ച് ഉപരിതലം ഇന്റർലോക്കിംഗ് ടൈൽ പാകുകയും പാലം നിർമ്മിക്കുന്ന സ്ഥലത്ത് തടസ്സമായി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുകയും ചെയ്യും. പാലം പുനർനിർമ്മാണം കഴിയുന്നതോടെ ഗതാഗത തടസ്സം മാറുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള പഴഞ്ഞി മോർ ഏലിയാസ് കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 10ാമത് സുവിശേഷ മഹായോഗം മെൽത്തോത്ത് ഹായെ 2026 സമാപിച്ചു. പഴഞ്ഞി പാലക്കൽ ഓഡിറ്റോറിയം മോർ ബസേലിയോസ് സെങ്കറിൽ ഞായറാഴ്ച വൈകിട്ട് നടന്ന സന്ധ്യാപ്രാർത്ഥനയ്ക്കും ഗാനശുശ്രൂഷയ്ക്കും ശേഷം നടന്ന സുവിശേഷ യോഗം വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ ഉദ്ഘാടനം ചെയ്തു. ഫാദർ തമ്പി മാറാടി വചന സന്ദേശം നൽകി. ഫാദർ CV ഗീവർഗീസ് സമ്മാന വിതരണം നടത്തി. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായി. സുവിശേഷ യോഗത്തിന് കുടുംബ യൂണിറ്റ് ഭാരവാഹികളായ AV ജോസ്, മണി ജോയ്, തങ്കമണി ജോസ്, സണ്ണി ചെറിയാൻ എന്നിവർ നേതൃത്വം നൽകി. മഹിളാ അസോസിയേഷൻ, കർഷക തൊഴിലാളി കർഷക സംഘം, CITU, DYFI, SFI, തോളുറപ്പ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മഹിളാ ദിനം ആചരിച്ചു. ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ CITU സംസ്ഥാന കമ്മിറ്റി അംഗം ഷീല അലക്സ് ഉദ്ഘാടനം ചെയ്തു. KSKTU വനിതാ ജില്ലാ കമ്മിറ്റി അംഗം ബുഷ്ര ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA, മഹിളാ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KB സുധ, ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, ചാവക്കാട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ ദിനത്തിൽ ചരിത്രമായി സമ്പൂർണ്ണ വനിതാ പഞ്ചവാദ്യം. എടപ്പാൾ സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ ചരിത്രത്തിൽ ആദ്യമായി സമ്പൂർണ്ണ വനിതാ പഞ്ചവാദ്യം വനിതാ ദിനമായ മാർച്ച് 8-ന് അരങ്ങേറി. 75 സ്ത്രീകൾ അണിനിരന്ന മാതൃക വനിതാ പഞ്ചവാദ്യ സംഘമാണ് 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള പഞ്ചവാദ്യം അവതരിപ്പിച്ചത്. പത്ത് വയസ്സ് മുതൽ 74 വയസ്സുവരെയുള്ള സ്ത്രീകളാണ് സംഘത്തിൽ പങ്കെടുത്തത്. 21 തിമില, 10 മദ്ദളം, 8 ഇടയ്ക്ക, 14 കൊമ്പ്, 21 ഇലത്താളം, 1 ശംഖ് എന്നിവയടങ്ങിയ പഞ്ചവാദ്യം പ്രേക്ഷകർക്ക് പുതുമയാർന്ന അനുഭവമായി. വാദ്യകലാരംഗത്തെ ലിംഗവിവേചനത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ ഈ മേഖലയിൽ ചുവടുറപ്പിക്കുന്ന കാഴ്ച വനിതാ ദിനത്തിന് പ്രത്യേക മിഴിവ് നൽകി. വനിതാ പഞ്ചവാദ്യത്തിന് മുൻപായി സോപാനം വാദ്യകലാ പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, കരിയന്നൂർ നാരായണൻ നമ്പൂതിരി, മട്ടന്നൂർ ശ്രീകാന്ത്, മട്ടന്നൂർ ശ്രീരാജ് എന്നിവർ ഗണപതി കൈകൊട്ടി ഉദ്ഘാടനം നടത്തി. തുടർന്ന് നടന്ന സാംസ്കാരിക സദസ്സ് K അജിത ഉദ്ഘാടനം നിർവഹിച്ചു. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ അധ്യക്ഷനായി. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. MLA-മാരായ KT ജലീൽ, P നന്ദകുമാർ, നോർക്ക ചെയർമാൻ P ശ്രീരാമകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. വാദ്യകലാരംഗത്ത് സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാനാണ് സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യം തുടർന്നും പ്രവർത്തിക്കുകയെന്ന് സംഘാടകർ അറിയിച്ചു. കേരള ലളിതകലാ അക്കാദമി മൺമറഞ്ഞ വിഖ്യാത ചിത്രകാരി TK പത്മിനിക്കായി എടപ്പാൾ കാടഞ്ചേരിയിൽ നിർമ്മിച്ച സ്മൃതി മണ്ഡപം വനിതാ ദിനത്തിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായി നാടിന് സമർപ്പിച്ചു. KT ജലീൽ MLA അധ്യക്ഷനായി. കേരള ലളിതകലാ അക്കാദമി 1 വർഷം മുൻപ് ആരംഭിച്ച ഇടക്കാലത്ത് നിർമ്മാണം നിലച്ചുപോയ മണ്ഡപമാണ് പൂർത്തിയായത്. കാടഞ്ചേരിയിൽ TK പത്മിനിയുടെ തറവാട്ട് വീട്ടുപറമ്പിൽ അവരുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത സ്ഥലത്താണ് അക്കാദമി 8 ലക്ഷം രൂപ ചെലവിൽ പൂന്തോട്ടവും സന്ദർശകർക്ക് വിശ്രമിക്കാനുള്ള ഇടവുമെല്ലാം അടക്കമുള്ള സ്മൃതി മണ്ഡപം ഒരുക്കിയത്. കാലടി പഞ്ചായത്ത് അംഗം സലാം തണ്ടിലം, എഴുത്തുകാരൻ P സുധാകരൻ, പത്മിനി ട്രസ്റ്റ് സെക്രട്ടറി ഉത്തമൻ കാടഞ്ചേരി, അക്കാദമി അംഗം രവീന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു. കേരള ലളിതകലാ അക്കാദമി ചെയർപേഴ്സൺ മുരളി ചീരോത്ത് സ്വാഗതവും അക്കാദമി സെക്രട്ടറി ഇൻചാർജ് രാജി ആർ പിള്ള നന്ദിയും പറഞ്ഞു. സ്വന്തം പ്രയത്നം കൊണ്ടും അർപ്പണബോധം കൊണ്ടും കലയുടെ ആഗോളതലത്തിലേക്ക് വളർന്നു വന്ന അപൂർവം കലാകാരിൽ ഒരാളാണ് പത്മിനി. ഹൈസ്കൂൾ പഠനകാലത്ത് ദേവസ്യ മാസ്റ്ററിൽ നിന്ന് ലഭിച്ച ബാലപാഠങ്ങൾ മുതൽ മദ്രാസ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് കോളേജിൽ KCS പണിക്കരുടെ കീഴിൽ നേടിയ ഉന്നത വിദ്യാഭ്യാസം വരെ പത്മിനിയുടെ ജീവിതം വലിയൊരു പാഠപുസ്തകമായി മാറി. അമ്മാവൻ ദിവാകര മേനോന്റെയും ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെയും പിന്തുണയോട് പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് 1965 1ാം റാങ്കോടെ കോഴ്സ് പൂർത്തിയാക്കിയത് ഇന്നത്തെ തലമുറയ്ക്ക് വലിയൊരു പ്രചോദനമാണ്.
കലാരംഗത്ത് സ്ത്രീകൾക്ക് വലിയ പരിമിതികൾ ഉണ്ടായിരുന്ന കാലത്താണ് പത്മിനി തന്റെ കരുത്തുറ്റ രേഖകളിലൂടെയും വർണ്ണങ്ങളിലൂടെയും നമ്മുടെ ഗ്രാമീണ ജീവിതത്തെ ക്യാൻവാസിലേക്ക് പകർത്തിയത്. അക്കാലത്ത് അതൊരു വലിയ വിപ്ലവമായിരുന്നു. പത്മിനിയുടെ ചിത്രങ്ങൾ കണ്ട് ലോകോത്തര നിരൂപകർ പോലും അത്ഭുതപ്പെട്ടത് അതുകൊണ്ടാണ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വെസ്റ്റ് മങ്ങാട് ഹൈസ്കൂളിൽ 2 പതിറ്റാണ്ടായി വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന ശൈലജ രവിയെ ഗ്രാമീണ വായനശാല ആദരിച്ചു. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തമ്പി ജോബ് പൊന്നാടയണിയിച്ചു. വായനശാല പ്രസിഡന്റ് ഡെന്നിസ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു. KS ശ്രേയ, പ്രമോദ് മാധവൻ, സമത് CA, VR റണീഷ്, സംയുക്ത ബോസ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി PK മോഹൻദാസ് സ്വാഗതവും ലൈബ്രറിയൻ സെൽമ കൊച്ചു മാത്യു നന്ദിയും പറഞ്ഞു. രാഗം വോയ്സ് ഓഫ് വെള്ളറക്കാട് നേതൃത്വത്തിൽ നാടിന്റെ നോമ്പുതുറ സംഘടിപ്പിച്ചു. മനപ്പടി ഫാറൂഖ് മസ്ജിദിൽ നടന്ന സമൂഹ നോമ്പുതുറയിൽ നിരവധി പേർ പങ്കെടുത്തു. നിലുവായി ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് ബിനു ചന്ദ്രൻ, മനപ്പടി ഫാറൂഖ് ജുമാ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് അലി സദി, വെള്ളറക്കാട് പള്ളി വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി എന്നിവർ വിശിഷ്ടാതിഥികളായി. രാഗം വോയ്സ് ഓഫ് വെള്ളറക്കാട് കൂട്ടായ്മ പ്രസിഡന്റ് ടി.ജൻ തോമസ് അധ്യക്ഷനായി. സെക്രട്ടറി പ്രിൻഡോ പോൾ സ്വാഗതവും സഞ്ജു നന്ദിയും പറഞ്ഞു. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന കൊച്ചുവർക്കി എന്ന് വിളിക്കുന്ന KR വർഗീസിന്റെ നിര്യാണത്തിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി VS സുരേഷ് അധ്യക്ഷനായി. ഡ്രൈവേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KM അഷ്റഫ്, INTUC സെക്രട്ടറി MC ഐജു, ട്രേഡ് യൂണിയൻ നേതാക്കളായ PC അബാൽമണി, PT ദേവസി, PP പത്മദാസ്, KB രവി, PB ബിബിൻ, KK യോഗേഷ്, കുഞ്ഞുമോൻ കരിയന്നൂർ, NV വസന്തൻ, OM ബാബു, KK ഫ്രാൻസിസ്, ഉല്ലാസ് മുഹമ്മദ്, MM അഷ്റഫ്, കരീം കടങ്ങോട് എന്നിവർ സംസാരിച്ചു. വിപണി. സ്ത്രീ സൗന്ദര്യ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ അഴകും ചാരുതയും പകർന്നു നൽകാൻ ലക്ഷ്യമിട്ട് ലിവാനിയ ബോട്ടിക് എന്ന സ്ഥാപനം ചിറ്റാട്ടുകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. പോൾ മാസ്റ്റർ പടിയിലെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ബ്ലൂ ക്രൗൺ കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ നവീന വസ്ത്രശാല ഒരുങ്ങിയിരിക്കുന്നത്. പ്രശസ്ത ചലച്ചിത്ര ടെലിവിഷൻ താരം രേണു സുധി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീകൾക്കായി ആരംഭിച്ച ഈ സംരംഭം ലോക വനിതാ ദിനത്തിൽ തന്നെ നാടിന് സമർപ്പിച്ചു എന്ന പ്രത്യേകതയുമുണ്ട്. പ്രീമിയം ലുക്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ലിവാനിയയിൽ വസ്ത്രങ്ങളുടെ അതിശയിപ്പിക്കുന്ന ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. ഗുണമേന്മയേറിയ കോട്ടൺ വസ്ത്രങ്ങൾ മുതൽ വിദേശത്ത് നിന്നെത്തിച്ച ഇമ്പോർട്ടഡ് ഐറ്റങ്ങൾ വരെ ഇവിടെ ലഭ്യമാണ്. ഹൈ ക്വാളിറ്റി ഡിസൈനർ വസ്ത്രങ്ങൾ സാധാരണക്കാർക്കും താങ്ങാവുന്ന വിലയിൽ ലഭ്യമാകുന്നു എന്നതാണ് ലിവാനിയയുടെ ഏറ്റവും വലിയ ആകർഷണമെന്ന് ഉടമ ലിമി ലാസർ പറഞ്ഞു. ലിമി ലാസറിന്റെ മാതാപിതാക്കളായ വടക്കൻ ലാസർ, മേരി ലാസർ എന്നിവരും മക്കളായ ഇവാൻ, ഇവാനിയ എന്നിവരും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. എളവള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ ഇളവള്ളി, വാർഡ് മെമ്പർ ലിസി വർഗീസ്, സോളാർ ബിൽഡേഴ്സ് പ്രൊപ്രൈറ്റർ നിസാമുദ്ദീൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. തനതായ ശൈലിയിലുള്ള ഫാഷൻ വസ്ത്രങ്ങൾക്കായി ലിവാനിയ സന്ദർശിക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 9048062042. ചാലിശ്ശേരി സീനിയർ ബേസിക് സ്കൂളിൽ ഫൺ സോൺ മിനി പാർക്ക് തുറന്നു. കുട്ടികൾക്കായി സ്കൂൾ അങ്കണത്തിൽ തയ്യാറാക്കിയ പാർക്കിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ വിനീത് നിർവഹിച്ചു. ഇതോടൊപ്പം വിദ്യാലയത്തിലെ UKG വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ സെറിമണിയും നടന്നു. PTA പ്രസിഡന്റ് ഷറഫുദ്ദീൻ അച്ചാരത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രഥമാധ്യാപിക പ്രീതി ടീച്ചർ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ചടങ്ങിൽ SMC ചെയർപേഴ്സൺ അബ്ദുൾ റഷീദ്, വിവിധ PTA അംഗങ്ങൾ, രക്ഷിതാക്കൾ എന്നിവർ സംബന്ധിച്ചു. മധുരവിതരണവും ഉണ്ടായി. കലാപരിപാടികളും അരങ്ങേറി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,820 രൂപ, പവന് 1,18,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 280 രൂപ. ചരമം. ചാലിശ്ശേരി പടിഞ്ഞാറേമുക്ക് പള്ളിക്കര പരേതനായ മാധവൻ മകൻ ശശി നിര്യാതനായി. 57 വയസ്സായിരുന്നു. സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് നടത്തി. ഷീജ ഭാര്യയും ആതിര, അപ്സര, അർജുൻ എന്നിവർ മക്കളുമാണ്.
തിരുവെങ്കിടം പത്തത്തയിൽ വീട്ടിൽ പത്മാവതിയമ്മ നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശിവൻ, വിജയകുമാരി, ശ്രീദേവി, മോഹനൻ എന്നിവർ മക്കളാണ്. ചാവക്കാട് പാലുവായി പരേതനായ ചാലിയത്ത് മാമു ഭാര്യ കയ്യു നിര്യാതയായി. 75 വയസ്സായിരുന്നു. അജിത് ബാഷ, ശാലീന, ഷാജിദ, ജിലീഷ് എന്നിവർ മക്കളാണ്. ഖബറടക്കം പാലുവായി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. കുന്നംകുളം വൈശ്ശേരി രാജധാനി കോർണർ താമസിക്കുന്ന കൊള്ളന്നൂർ പരേതനായ ചേറുകുട്ടി ഭാര്യ മാർത്ത നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 8:30 ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തും. എഡ്വി സക്കറിയ, വിജു സക്കറിയ, ഷാജു എന്നിവർ മക്കളാണ്. എരനെല്ലൂർ തെക്കേക്കര വറീദ് മകൻ ജോർജ് നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് എരനെല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ ദേവാലയ സെമിത്തേരിയിൽ നടത്തും. എൽസി ഭാര്യയും സിജി, സിബി എന്നിവർ മക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കും മുമ്പ് കളം നിറയാൻ രാഷ്ട്രീയ പാർട്ടികൾ. സീറ്റ് ഉറപ്പായവർ പ്രാഥമികമായ പ്രചരണങ്ങളിലേക്ക് കടക്കുന്നു. മണലൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനിരിക്കെ പ്രൊഫസർ സി രവീന്ദ്രനാഥ് ചൂണ്ടൽ, കണ്ടാണിശ്ശേരി പഞ്ചായത്തുകളിൽ സന്ദർശനം നടത്തി. നേരത്തെ ടി.എൻ. പ്രതാപനും മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരുന്നു. പ്രമുഖ ചരിത്രകാരൻ കെ.എൻ. പണിക്കർ അന്തരിച്ചു. ഗുരുവായൂർ തൈക്കാട്ട് കണ്ടിയൂർ വീട്ടിൽ കൃഷ്ണൻ നായരുടെയും ഇച്ചിക്കുട്ടി അമ്മയുടെയും മകനായ കെ.എൻ. പണിക്കരുടെ അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. എരുമപ്പെട്ടി കുട്ടഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് 84-കാരിക്ക് ദാരുണാന്ത്യം. ആറങ്ങോട്ടുകര ചെട്ടിപ്പടിയിൽ കിഴൂട്ടുപടി വീട്ടിൽ അമ്മിണിയാണ് മരിച്ചത്. 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ആറോട്ടോടെ കൊടിയിറങ്ങും. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പള്ളിവേട്ട ഭക്തിസാന്ദ്രമായി. ആയിരങ്ങളെ സാക്ഷിയാക്കി ഭഗവാൻ നായാട്ടിനിറങ്ങിയതോടെ ക്ഷേത്രനഗരി ഉത്സവലഹരിയിലായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.